കേട്ടോ. വലിയ ബഡ്ജറ്റ് ഉള്ളവരല്ല, ചെറിയ നൈസായിട്ട് ഒന്ന് ചില്ലായിട്ട് കൂടി പോകാം എന്നുള്ളവരാണെങ്കിൽ മലപ്പുറത്തെ ഈ ഒരു പ്ലേസ് ഞാൻ സജസ്റ്റ് ചെയ്യും. ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പം മച്ചന്മാരെ, നമ്മൾ പോകുന്നത് മലപ്പുറത്ത് ഹിഡൻ ആയിട്ടുള്ള ഒരു റിസോർട്ടുണ്ട്, അവിടേക്കാണ്. ഗായ്സ്, അങ്ങനെ നമ്മൾ വില്ലയിലെത്തിയിട്ടുണ്ട്. വില്ലന്റെ പുറത്ത് പൂളും അതുപോലെ തന്നെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് പകല് കാണാം. ഇപ്പോൾ രാത്രിയുള്ള കുറച്ച് ഗാനമേള ആക്ടിവിറ്റി, കുറച്ച് ഫ്രൂട്ട് കട്ടിങ്, കുറച്ച് സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഉഷാറാക്കാം. ബാക്കി നമുക്ക് നാളെ രാവിലെ കാണാം. ഓക്കെ. ഗായ്സ്, അപ്പോൾ നമ്മളെ പൈൻ വില്ലാസിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നൈറ്റിൽ ഇവിടെ ഫുൾ ടൈം ഫുഡ് ആട്ടോ. അൽപൈൻ കഫേ റെസ്റ്റോറന്റ് എന്ന് പറയുന്ന ചെറിയൊരു റെസ്റ്റോറന്റ് ഉണ്ട് കണ്ടോ. മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ കിടു ഒരു ആംബിയൻസ് ആട്ടോ. നല്ലൊരു ഭംഗി, നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഒരു മേക്ക് ചെയ്തിട്ടുള്ളത്. നോക്കി, ഈ ലൈറ്റ് സെറ്റപ്പൊക്കെ കണ്ടോ, നല്ല രീതിയിലുള്ള ഫുള്ള് യെല്ലോ കേട്ടോ. യെല്ലോ വാം ലൈറ്റ് പോലെയുള്ള ലൈറ്റുകളാണ്, നല്ല ക്ലിയറാണ്. നമ്മൾ നൈറ്റിൽ ക്യാമറ കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും, നൈറ്റ് ആയതുകൊണ്ടാണ്. പിന്നെ ഈ ഓപ്പൺ ആയിട്ടുള്ള ഈ ഒരു ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ട് കേട്ടോ. ഇത് അടിപൊളിയാണ്. ആരൊക്കെ ഇരുന്ന് കഴിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഈ നേരെ കാണുന്ന വ്യൂ ഒരു രക്ഷയില്ല. മിനി ഊട്ടിയാണ് ഈ കാണുന്നത്. മിനി ഊട്ടിയുടെ നമ്മുടെ കരിപ്പൂര് വിമാനത്താവളം കാണുന്നുണ്ട് ആ ലെഫ്റ്റ് സൈഡിൽ. മച്ചന്മാരെ, നിങ്ങൾ ആ മിന്നി തിളങ്ങുന്ന ഒരു സാധനം കണ്ടോ? ഇത് LED വാൽനക്ഷത്രം ഒന്നും അല്ല കേട്ടോ, ഇത് വിമാനമാണ്. കരിപ്പൂര് എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ പോകുന്ന വിമാനമാണ്. അങ്ങനെ അവർ ലാൻഡ് ചെയ്യുന്നു. എന്തായാലും വിഷ്വല് അതിഗംഭീരം. അപ്പോൾ മച്ചാമാരെ, ഞങ്ങൾ ഏകദേശം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ചിക്കൻ ബക്സ്, അതുപോലെ തന്നെ അൽഫാം, റൊട്ടി, തന്തൂർ റൊട്ടി, അങ്ങനെയുള്ള കുറച്ച് ഗുബൂസ് ലൈറ്റായിട്ടാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത്. പിന്നെ ലിക്കർ വേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ ഹുക്ക്, എല്ലാ സംവിധാനം ഇവിടെ ഉണ്ട്. ഈ ലൈറ്റ് സെറ്റും നല്ല അടിപൊളി കേട്ടോ, നല്ലൊരു ആംബിയൻസ്. നമുക്ക് പോകാൻ സമയമായി. അങ്ങനെ നമ്മൾ നൈറ്റ് ഫുഡ് കഴിഞ്ഞ് നമ്മളെ പൈൻ വില്ല റിസോർട്ടിൽ എത്തിയിരിക്കുന്നു ഗൈസ്. നമ്മുടെ റൂം മേലാട്ടോ. അപ്പം മേലേക്ക് പോവാം. ഇനി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് രാവിലെ കാണാം. ഗൈസ്, ദിസ് ഈസ് മീ RJ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ മച്ചന്മാരെ, ഇന്ന് നമ്മൾ ഓഫീസിൽ ഞങ്ങൾ ചെറിയൊരു ഈവനിങ് ഒന്ന് കൂടാമെന്ന് വെച്ച് വന്നതാണ്. നമ്മുടെ മലപ്പുറത്ത് തന്നെ ഹിഡൻ ആയിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട്, ഒരു ചെറിയ ഒരു റിസോർട്ട്. പക്ഷെ ഇത് നമ്മളെ അടുത്താണെങ്കിലും നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നലെയാണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ അടുത്ത് അറിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം വരികയും വൈകുന്നേരത്തെ കുറച്ച് വീഡിയോസൊക്കെ ഈ വീഡിയോയ്ക്ക് മുന്നേ നിങ്ങൾക്ക് കാണാം. വളരെ ഒരു അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്, നല്ല വെർത്തായിട്ടുള്ള. ഒരാൾക്ക് പെർ ഹെഡ് 1000 rupees ഇട്ടുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ റിസോർട്ടിൻ്റെ വിശേഷങ്ങളായിട്ട് മുന്നോട്ട് പോയല്ലോ. ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്ക് നോക്കാം ഈ ഒരു സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞു തരാം. ഇതാണ്ടോ, റിസോർട്ടിൻ്റെ പേര് പൈൻ വില്ല റിസോർട്ട് എന്നതാണ്. ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മച്ചന്മാരെ റിസോർട്ടിലേക്കുള്ള എൻട്രൻസ് കേട്ടോ. കാരണം ഇത്രയൊരു വലിയൊരു മലമുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. മലമുകളിലാണ് സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയാം. പക്ഷെ അതിന് മുന്നേ നമുക്ക് തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതിന് വീടിൻ്റെ ഇടയ്ക്ക് പറയൂ കേട്ടോ. എൻട്രൻസ് പൈൻ വില്ല കഫേ എന്നാണ് പേര്. ദ വുഡൻ കഫേ കേട്ടോ. ഒരു ഗേറ്റിൽ ഓപ്പൺ ആക്കി നമ്മൾ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ തന്നെ നൈറ്റ് വ്യൂ അട്ടാറ് ഒരു രക്ഷയില്ല കേട്ടോ. നൈറ്റ് വ്യൂ ഫുള്ള് ലൈറ്റ് സെറ്റപ്പൊക്കെ ആയിട്ടേ. ഇതാണ് നമ്മൾ എൻട്രൻസ് ആയിട്ട് വരുന്നത്. ഇത് ഇവിടെ ഒരു ചെറിയ ഒരു ഷോപ്പുണ്ട് ഇവിടെ. ഇത് ആ റിസോർട്ടിനകത്തുള്ള എന്തെങ്കിലും നമുക്ക് വാങ്ങിക്കഴിക്കണമെങ്കിലോ ഹുക്ക് തുടങ്ങിയ എല്ലാ സംഗതികളും ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടില്ല. രാവിലെ നമ്മൾ നേരത്തെ തന്നെ
ആണ് വീഡിയോ എടുക്കുന്നത്. ഇവിടെ രാത്രി കൂടാൻ പറ്റിയ ഒരു അടിപൊളി കേട്ടോ. ഇവിടെ ഈ കണ്ടോ ഈ സെറ്റപ്പൊക്കെ നമുക്ക് നൈറ്റ് വിഷൻ കിട്ടണമെങ്കിൽ ഗോപ്രയിലൊക്കെ ഷൂട്ട് ചെയ്യണം, എന്നാലേ ശ്രദ്ധിക്കുള്ളൂ. ഇപ്പോൾ അതാണ് ഞാൻ പകൽ ഷൂട്ട് ചെയ്യുന്നത്. ഈ ഒരു ലൈറ്റ് കണ്ടോ, ഈ ഒരു ലൈറ്റ് ഇത് ഫുള്ള് യെല്ലോ ലൈറ്റ്സുകളാണ്. നല്ല രാത്രി നല്ല വൈബാണ് വന്നിരിക്കാൻ. ഇവിടെ പാട്ടൊക്കെ പാടി ചെറിയ ടേബിള് കാര്യങ്ങൾ നൈസായിട്ട് കേട്ടോ. വലിയ ബഡ്ജറ്റ് ഉള്ളവരല്ല, ചെറിയ നൈസായിട്ട് ഒന്ന് ചില്ലായിട്ട് കൂടി പോകാമെന്നുള്ളവരാണെങ്കിൽ മലപ്പുറത്തെ ഈ ഒരു പ്ലേസ് ഞാൻ സജസ്റ്റ് ചെയ്യും, ഉറപ്പായി സജസ്റ്റ് ചെയ്യും. കാരണം അത്യാവശ്യം ഇവിടെ നമുക്ക് റിസോർട്ടുകളും പിന്നെ നല്ല റൂമുമാണ്, അതേപോലെ തന്നെ നടന്ന് കാണാനുള്ള ഒരു സെറ്റപ്പും ഉണ്ട്. ഇതേപോലുള്ള ടേബിളുകളും സ്റ്റൂളുകളും വെച്ചിട്ടുണ്ട്. നല്ല ലൈറ്റ് സെറ്റപ്പാണ്. നൈറ്റിലെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, അത് ഞാൻ വീഡിയോൻ്റെ കൂടെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് മച്ചന്മാരെ ഈ ഒരു ഭാഗത്തിലെ വിശേഷങ്ങൾ. അങ്ങ് കണ്ടോ, ഇവിടുന്ന് നമുക്ക് മുകളിൽ അങ്ങ് ഒരു മലേൻ്റെ ഏറ്റവും ടോപ്പാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ നമുക്ക് മുകളിലേക്കും ഒരു ചെറിയ മല കാണാം. ഇവിടെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഞ്ചില്ല, മൊബൈൽ റേഞ്ചില്ല. എൻ്റെ സിം ജിയോ ആണ്. അപ്പോൾ ജിയോയിലൊന്നും നമുക്ക് കൃത്യമായിട്ടുള്ള റേഞ്ച് കിട്ടുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ തന്നെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ വൈഫൈ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് നമ്മളൊന്ന് ബെസ്റ്റ് പാസ്വേഡ് ചോദിച്ചു കഴിഞ്ഞാൽ മതി, വൈഫൈ അവൈലബിൾ ആണ്. എന്താ റബ്ബറാട്ടോ, നോക്കിയാ ഒരു പാട പോലെ ഒന്ന് കിടക്കുന്നുണ്ട്. അടുത്തായിട്ട് കട്ട് ചെയ്യാൻ ആള് വരേണ്ടി വരും. ഓക്കെ, അപ്പൊ നമുക്കിനി അതിന്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. നോ എൻട്രി വിത്തൗട്ട് പെർമിഷൻ എന്നാണ് കൊടുത്തുള്ളത്. അപ്പോൾ ആശാമാരെ നമ്മുടെ റൂമും കാര്യങ്ങളും വരുന്നത് ഈ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കാണ്. അതാണ് നല്ലത്, കാരണം സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്കെല്ലാം ചില്ലായിട്ട് വൈബ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നമ്മളെ ഭാരത് ബെൻസ് ഇല്ലേ, ആ ലോറിയാണ് കടന്നു പോകുന്നത്. എൻ്റെ വെച്ചങ്ങനെ ചെറിയ രീതിയിൽ കേൾക്കും. പക്ഷെ അവിടെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല ചില്ലായിട്ട് മുന്നോട്ട് പോകാം. ഇത് ഫുള്ള് റബ്ബറാട്ടോ അവിടെ ഉണ്ടോ, ഫുള്ള് റബ്ബർ കാട് തന്നെ എന്ന് പറയുന്നത്. നല്ലൊരു വൈബുള്ള സ്ഥലം. അന്ന് രാവിലെ കോടയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് എണീറ്റിട്ട് അപ്പം തന്നെ അവിടെ തന്നെ കിടന്നു നന്നായത്. കണ്ടോ, റിസോർട്ടിനകത്ത് നമുക്ക് ചെറിയൊരു പൂളൊക്കെ ഉണ്ട് കേട്ടോ. പൂള് ജസ്റ്റ് ഒന്ന് ചില്ലായിട്ട് ഇത്രയൊരു കുറഞ്ഞ വർത്തിൽ ഈ മലപ്പുറത്ത് അടുത്തൊക്കെ ഉള്ളവർക്ക് കേട്ടോ, അടുത്തൊക്കെ ഉള്ളവർക്ക് സുഖമായിട്ടൊക്കെ വന്നിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലം തന്നെ, അടുത്ത് തന്നെയാണ്. ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മറ്റേ എവിടെയില്ല ഗൈസ്, നമ്മുടെ മിനി ഊട്ടിയിലാണ്. മിനി ഊട്ടി അടുത്ത് തന്നെ, മിനി ഊട്ടി വ്യൂ പോയിന്റ് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പൈൻ വില്ല റിസോർട്ട്, പൈൻ വില്ല കഫേ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ കാറൊക്കെ എവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് റൂം വരുന്നത്, ബിജുവേട്ടനാണത്. നമ്മുടെ റൂം വരുന്നത് കണ്ടോ, ഈ ഒരു ഷേപ്പിലാണ്, ഈ ഒരു ത്രികോണ ഷേപ്പിലുള്ള ഒരു ഹൗസിലാണ്. എന്തായാലേ വൈബ് അടിപൊളി. ഞങ്ങൾ ഇന്നലെ രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി സാർ എന്തോ വർക്കിലാണ്. രാവിലെ ഭക്ഷണം കഴിച്ചു വരുമ്പോൾ ശ്രദ്ധിച്ചില്ല, ഒരു ചെറിയൊരു സ്ക്രാച്ച് ആയിട്ട് ഇട്ടോ, കണ്ടോ, ഇത് സ്ക്രാച്ച് ആയിട്ട് വണ്ടിക്ക്. പൈൻ വില്ലെന്നുണ്ടോ, ചെറിയൊരു ഗ്ലാസ്സൊക്കെ ഒട്ടിച്ചിട്ട് വെറൈറ്റി ആയിട്ട് കയറിട്ട് തൂക്കിയിട്ടുണ്ട്. സംഭവം സിമ്പിളാണ്, പക്ഷെ അത് കാണാൻ നല്ല ഒരു പുതുമയുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ കയറി വരുമ്പോൾ ആദ്യമായി ഇവിടെ കാണുന്നത് ഒരു ചെറിയ സ്റ്റേജ് ആട്ടം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഡാൻസ് കളിക്കുകയോ അതുപോലെ പാട്ട് പാടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടോ. നല്ലൊരു എന്താ പറയുക, ചെറിയൊരു സ്റ്റേജ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് സിറ്റിങ് ഇവിടെ ഉണ്ട് കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ ഉഷാറായിട്ട് വരാം. നല്ലൊരു സ്ഥലം തന്നെയാണ്, നമ്മുടെ അടുത്തുള്ള സ്ഥലം തന്നെയല്ലേ. ഇവിടെയാണ് ഇവിടെ കിച്ചൺ വരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ കിച്ചൺ, കഴുകി വെച്ച സെറ്റപ്പാക്കി കിച്ചൺ.
ഫുഡ് എത്തിയിട്ടില്ല. ഇനി മുകളിലേക്ക് ഈ ഒരു ഫിഷിൻ്റെ ഒരു ചെറിയ ഫിഷ് ടാങ്കോ ഫിഷ് സെറ്റപ്പ് എന്താ അക്വേറിയം പോലെ ഉണ്ട്. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, റൂമൊന്ന് കാണാം. റൂമൊന്ന് എങ്ങനെയാ നോക്കാം. ഇവിടെ കണ്ടോ ചെറിയ 3 ടയറും വെച്ചിട്ട് അതിലൊരു കയറൊക്കെ കെട്ടിയിട്ട് ഒരു ചെറിയ ഇരിപ്പിടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാണാൻ എന്ത് ഫിനിഷിംഗ് ആലേ. നമ്മൾ ഒഴിവാക്കുന്ന സംഗതികളൊക്കെ ഇവിടെ വരുമ്പോഴാണ് അവർ യൂട്ടിലൈസ് ചെയ്ത്, ഇത്ര റിസോർട്ടുകൾ ചെല്ലുമ്പോൾ യൂട്ടിലൈസ് ചെയ്ത് കാണാം. ഷട്ടിലൊക്കെ ഉണ്ട് കേട്ടോ, ഷട്ടിൽ കളിക്കാം. അതുപോലെ തന്നെ അവിടെ ആ ഡൊമിനോസിൻ്റെ ഒരു ബോക്സ് ഉണ്ട്, അത് വേണമെങ്കിൽ അവിടെ കളിക്കാം. പിന്നെ ചെറിയൊരു കോർട്ടുണ്ട്. ഇതെന്തുവാ, കോർക്ക് ഇതാ. ഇത് ശരി, ഞാൻ ഫസ്റ്റ് നമ്മൾ വിചാരിച്ചു ഇത് കളിക്കൂടാന്ന് വിചാരിച്ചു കേട്ടോ. ഇത് കോർക്കാണ്, ഇതിൽ 3 കോർക്കുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഇരിപ്പിടം. എന്താ ഇതിലെന്താ, എന്തുവാടേ നോക്കാം. ഇതെന്താ ഞാൻ വിചാരിക്കുന്നു മീനോ അങ്ങനെ എന്തെങ്കിലും ഔട്ടാവും. ഗൈസ്, ഇത് ക്യാമ്പ് ഫയറിന്റെ സെറ്റപ്പാട്ടോ. ഇതില് ഇവിടെ ക്യാമ്പ് ഫയറായിട്ടുള്ള സെറ്റപ്പാണ്. ഇനി നമ്മുടെ മുകളിലുള്ള റൂമിലേക്ക് ഇതുവഴിയാണ് പോവുക. അപ്പോൾ അപ്സ്റ്ററിലുള്ള നമ്മുടെ റൂമിലേക്കാണ് ഇനി പോകുന്നത് കേട്ടോ. ഇവിടെ ചെറിയൊരു ഇങ്ങനെ പലകൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു വേ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ലൊരു ഇതിന്റെ എൻട്രൻസ് നല്ലൊരു ആംബിയൻസ്, ലൈറ്റും കാര്യങ്ങളും വരണം. നൈറ്റ് വിഷനാണ് അടിപൊളി. അങ്ങനെ മുകളിലെ റൂമിൽ തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്കൊരു ഒരു ഡബിൾ ബെഡാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള സിംഗിൾ ബെഡുകൾ ലഭിക്കും. ഇവിടെ ചെറിയൊരു ഡ്രോയറും അതുപോലെ തന്നെ ചാർജിങ് ഫെസിലിറ്റീസ്, അതുപോലെ AC റൂമും ബാത്റൂം നോക്കിയാൽ നല്ല വൃത്തിയുള്ള ടവൽസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയുള്ള ടോയ്ലറ്റും. ഇതിന്റെ മുകളിൽ നിന്ന് നമുക്ക് ചെറിയൊരു ബാൽക്കണി സ്പേസ് കൊടുത്തിട്ട് കേട്ടോ, നോക്കിയാലോ. ഇതാണ് ആ വ്യൂ. ഇടുക്കിയിലെ ഇവിടെയാണ് സ്വിമ്മിംഗ് പൂൾ വരുന്നത്. ഓക്കെ, ഇനി ക്ലോസ് ചെയ്യാം. അപ്പൊ ഇതാണ് മച്ചന്മാരെ റൂമുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങളൊക്കെ. ഇനി 1-2 കാര്യങ്ങളോടെ ഉണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാലോ. നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ചുമ്മാ പറഞ്ഞതാ, ഉറങ്ങി എണീറ്റ് തന്നെ. ഇഷ്ടം കേട്ടോ, ചെറിയൊരു ഫിഷിംഗ് സ്പേസ് ആണ് ഇവിടെ. അക്വേറിയം, ജസ്റ്റ് ഒരു വ്യൂ, നൈറ്റ് വ്യൂ ഇവിടെ സെറ്റപ്പ് കേട്ടോ. നല്ല ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഈ മുളയൊക്കെ ഉണങ്ങിയതാണ്. ഇത് ഇവിടെ നടന്നു കഴിഞ്ഞാൽ പൊട്ടുവോ എന്നാണ് ഡൗട്ട്. ഇല്ല, നമ്മൾ വിചാരിച്ചത് മുള മാത്രമാണെന്ന്. അവരൊരു നാച്ചുറാലിറ്റിക്ക് വേണ്ടി ചെയ്താട്ടോ അതിന്റെ മുകളിൽ മുള കട്ട് ചെയ്ത് വെച്ചത്. ജസ്റ്റ് നടന്നു നോക്കിയാലോ. ഓക്കെ, സെറ്റ്. ഇവിടെ മീനിവിടെ പായൽ പിടിച്ച് കിടക്കുന്നതാണ്. ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു അല്ലേ കാണാൻ. താമര താമര മൊട്ടുണ്ട് കേട്ടോ. നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ട്. രതിശേട്ടനാണ്. പിന്നെ മച്ചന്മാരെ അവിടെ ഒരു സിംഗ് ഉണ്ട് കേട്ടോ, ഒരു നെറ്റ് സിംഗ് ഉണ്ട്, പോയി നോക്കാം. ഇതേപോലുള്ള ചെറിയ കൂടുകളുണ്ട് കേട്ടോ, കണ്ടോ. നല്ലൊരു മിഡോ ഷേപ്പ്, നല്ല ഫോട്ടോജനിക് ആയിട്ടുള്ളൊരു സ്പേസാണ് ഇവിടെ. നെറ്റിലൊന്ന് കയറി വയ്ക്കാലോ. സിംഗ് മച്ചന്മാരെ ഒരു വിധത്തിൽ ഈ സിംഗിൽ കയറിയിട്ടുണ്ട്. ഇത് കുറച്ചൊരു ചെരി കൊണ്ടിട്ടാ. പിന്നെ ഇതിന്റെ ഇവിടെ കണ്ടോ
ഈ സൈഡിൽ ഫുള്ള് ഫോറസ്റ്റ് കേട്ടോ. ഈ ചെറിയ ചെറിയ കിളികളെ സൗണ്ടും അതുപോലെ തന്നെ മരങ്ങളെ സൗണ്ടൊക്കെ അങ്ങനെ നമുക്ക് കേൾക്കാം. കാറ്റിലാടുന്ന മരങ്ങളെ സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതാണ് നമ്മുടെ പൂള് കണ്ടോ. ഇന്നലെ ചാടിട്ടോ. ഇന്നലെ രാത്രി നൈറ്റിൽ ഞങ്ങൾ ഗാനമേള കണ്ടിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞിട്ട് ഒരു ചാട്ടാണ് ചാടിയിട്ടുണ്ട്. അപ്പോൾ വച്ചമാറ ഇതാണ് നമ്മുടെ പൂള് വരുന്നത് കേട്ടോ. ഇവിടെ കണ്ടോ അത്യാവശ്യം വലിയ പൂളും സൗകര്യങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട്. അത്യാവശ്യം വലിയ പൂളട്ടോ, നല്ല വലിയ പൂളാണേ. ഇപ്പോൾ ഏകദേശം മോർണിംഗ് ആയതുകൊണ്ട് വെയിലാവും. രാവിലെ അല്ലെങ്കിൽ നൈറ്റല്ല സെറ്റാണ്. അപ്പോൾ നമ്മുടെ ടീംസൊക്കെ താഴ്ത്തി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു സ്പോട്ടുമായിട്ട് കിട്ടുന്ന സ്പോട്ടുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.